ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ജയൻറ്റ് കുക്കിയുടെ വീഡിയോ ഉണ്ടല്ലോ. ഒരു കേക്ക് പോലത്തെ ഒരു കുക്കിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയ ഗെറ്റ് ടുഗദറിന്, ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഗേൾസ് പാർട്ടിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നോർമൽ കുക്കി പോലെ ഇതൊരു ബേക്കിംഗ് ഷീറ്റിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഒരു പാനിലോ ഒരു മോൾഡിലോ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് ഷുഗറും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പാറ്റല യൂസ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് ബീറ്റർ യൂസ് ചെയ്യാം. എഗ് ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ടയുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി ആ മുട്ടയും ബട്ടറുമായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 കപ്പ് മൈദ, അതിൻ്റെ കൂടെ തന്നെ 2 എക്സ്ട്രാ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്യുക. ഇനി ഒരു നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈദ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. മൈദ ഇതിൽ കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ കുക്കി കുറച്ച് കട്ടിയായി പോവും. ഇനി അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മിൽക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ ഒരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്ത ഓവനായിരിക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയം ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒരു കുക്കി കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കേക്കിൻ്റെ സോഫ്റ്റിൽ ഒരു കുക്കി. കുറച്ച് ഐസ്ക്രീമും കുറച്ച് ചോക്ലേറ്റ് സിറപ്പുമായിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.